മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. റേഡിയോ ട്രാൻസ്മിറ്ററുകളിലും റേഡിയോ റിസീവറുകളിലും ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് RF ഓസിലേറ്ററുകൾ. റേഡിയോ സിഗ്നലുകളിലെ കാരിയർ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുക എന്നതാണ് ഓസിലേറ്ററിൻ്റെ ധർമ്മം. ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഓസിലേറ്ററിനെ കുറിച്ചും അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ പറ്റിയിട്ടുമാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഓസിലേറ്ററിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ആംപ്ലിഫയറും അതോടൊപ്പം കണക്ട് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് നെറ്റ്വർക്കുമാണ്. ആംപ്ലിഫയറിലെ ഔട്ട്പുട്ടിൽ നിന്നും ഒരു പോർഷൻ എടുത്ത് ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി വീണ്ടും ഇൻപുട്ടിലേക്ക് കൊടുക്കും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു ഓസിലോസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സൈൻ വേവ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കോൾപിറ്റ്സ് ഓസിലേറ്ററാണ്. ഇതൊരു RF LC ഓസിലേറ്ററാണ്. ഇനി ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കാം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ആംപ്ലിഫയറാണ്. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്റർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലാസ് A ആംപ്ലിഫയർ ആണ്. അടുത്തതായിട്ട് വേണ്ടത് ഇതിൻ്റെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണ്. ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ ഒരു ടാങ്ക് സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. കോയിലും കപ്പാസിറ്ററും പാരലലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സർക്യൂട്ടാണ് ടാങ്ക് സർക്യൂട്ട്. ഈ ടാങ്ക് സർക്യൂട്ടാണ് ഈ ഒരു ഓസിലേറ്ററിലെ ഫ്രീക്വൻസി റേഞ്ച് തീരുമാനിക്കുന്നത്. ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന വേരിയബിൾ കപ്പാസിറ്റർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ സൈഡിൽ നിന്നാണ് ബഫർ സ്റ്റേജിലേക്കുള്ള ഔട്ട്പുട്ട് പോകുന്നത്. ഇതിൻ്റെ കളക്ടറിൽ നിന്ന് ഒരു കപ്പാസിറ്ററുമായിട്ട് കപ്പിൾ ചെയ്ത് ആൻറ്റനയിലേക്ക് നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് കൊടുക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോയിലിൻ്റെ വാല്യൂ 10 മൈക്രോ ഹെൻറിയാണ്. പഴയകാല റേഡിയോകളിൽ ഷോർട്ട് വേവ് ആൻറ്റന കോയിലായി ഉപയോഗിച്ചിരുന്ന ഈ കോയിലാണ് ഓസിലേറ്റർ കോയിലായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നേരത്തെ സർക്യൂട്ടിൽ കണ്ട ഓസിലേറ്റർ. ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ഓസിലേറ്റർ PCB കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബോക്സിന് പുറത്ത് ഇതിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്യാനുള്ള വേരിയബിൾ കപ്പാസിറ്ററിൻ്റെ നോബും പിന്നെ ഔട്ട്പുട്ടും VCCയും അതായത് വോൾട്ടേജ് കൊടുക്കാനുള്ള വയറും പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ ബോക്സിന് പുറത്തായിട്ട് ഒരു ഹോൾ ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോക്സിനകത്തെ കോയിലിൻ്റെ കോർ അഡ്ജസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണത്. ഓസിലേറ്റർ ഈ ബോക്സിനുള്ളിൽ സെറ്റ് ചെയ്തതിന് ഒരു കാരണമുണ്ട്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, അതായത് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എന്നീ പാരാമീറ്റേഴ്സ് ചേഞ്ച് ആകുമ്പോൾ ഈ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസിക്കും മാറ്റം വരും. അതായത് അവിടെ ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാനാണ് ഈ ബോക്സിനുള്ളിൽ സെറ്റ് ചെയ്തത്. 9 വോൾട്ടാണ് ഈ ഓസിലേറ്റർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ കണക്ട് ചെയ്യുന്നത് ഒരു 9 വോൾട്ട് ബാറ്ററിയാണ്. ഇനി ഈ റേഡിയോ ഉപയോഗിച്ച് ഇതിൽ നിന്ന് സിഗ്നലുകൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 6 മുതൽ 8 മെഗാഹെർട്സ് വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി ഔട്ട്പുട്ട് വരുന്നത്. റേഡിയോയുടെ ഫ്രീക്വൻസി ഡയൽ 41 മീറ്റർ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ഓസിലേറ്ററിൻ്റെ നോബ് സാവധാനം തിരിക്കുക. ഫ്രണ്ട്സ്, ഈ റേഡിയോയുടെ സിഗ്നൽ ഇൻഡിക്കേറ്റർ LED ബ്ലിങ്ക് ആയിരിക്കുകയാണ്.
ഈ സിഗ്നൽ ഇൻഡിക്കേറ്റർ LED ബ്ലിങ്ക് ആയാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു സ്ട്രോങ് റേഡിയോ സിഗ്നൽ ഉണ്ട് എന്നതെന്നാണ്. ഈ വേരിയബിൾ കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ആകുമ്പോൾ ഇതിൻ്റെ സിഗ്നൽ ഇൻഡിക്കേറ്റർ LED ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ മീനിങ് ഈ ഓസിലേറ്ററിൻ്റെ വേരിയബിൾ കപ്പാസിറ്റർ ഉപയോഗിച്ച് ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയോ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതാണ്. ഈ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാൻ മറ്റൊരു രീതിയുമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു RF പ്രോബാണ്. ഈ RF പ്രോബിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഈ RF പ്രോബിൽ കണക്ട് ചെയ്യുമ്പോൾ മൾട്ടിമീറ്ററിൻ്റെ സൂചി ചലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ RF പ്രോബിലേക്ക് ഹൈ ഫ്രീക്വൻസി AC സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇക്വിവാലൻ്റ് DC ഔട്ട്പുട്ടാണ് RF പ്രോബിൽ നിന്നും വരുന്നത്. ആ DC വോൾട്ടേജാണ് മൾട്ടിമീറ്ററിലേക്കും ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഓസിലേറ്ററിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡും കൂടി നമുക്ക് നോക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ഈ ഓസിലേറ്ററിനെ ഒരു AM ട്രാൻസ്മിറ്റർ ആയിട്ട് യൂസ് ചെയ്യുകയാണ്. ഇതിനെ AM ട്രാൻസ്മിറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഓസിലേറ്ററിൻ്റെ VCCയിലേക്ക് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലിലെ ഒരറ്റം കണക്ട് ചെയ്യണം, മറ്റേ അറ്റം ബാറ്ററിയിലേക്കും കണക്ട് ചെയ്യണം. ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് കൊടുക്കേണ്ടത് ഓഡിയോ ആംപ്ലിഫയറിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ്. ഈ ഭാഗം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓഡിയോ ആംപ്ലിഫയറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് കൊടുക്കുമ്പോൾ കൊടുത്ത സിഗ്നലിൻ്റെ അതുപോലെ തന്നെ മറ്റൊരു സിഗ്നൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലും ജനറേറ്റ് ആവുന്നു. അതിന് കാരണം ട്രാൻസ്ഫോമറിൻ്റെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രോപ്പർട്ടിയാണ്. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിൽ റീജനറേറ്റ് ആയ ഓഡിയോ സിഗ്നൽ ഓസിലേറ്ററിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുകയും ഈ ഓസിലേറ്ററിൽ ജനറേറ്റ് ആകുന്ന റേഡിയോ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡിൽ അതിനനുസരിച്ച് വ്യത്യാസം വരികയും ചെയ്യുന്നു. അതായത് ഈ ഓസിലേറ്ററിലേക്ക് കൊടുത്ത ഓഡിയോ സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡിന് അനുസരിച്ചുകൊണ്ട് ഈ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ക്യാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് വ്യത്യാസം വരും. ഫൈനലി ഈ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ ആയിരിക്കും. നമുക്കിത് നേരിട്ട് ഒരു ചെറിയ ആൻറ്റനയിലേക്ക് കൊടുക്കാവുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ പ്രാക്ടിക്കലും കൂടെ ചെയ്ത് നോക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 12012 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമറിനെ മോഡുലേഷൻ ട്രാൻസ്ഫോമർ എന്നാണ് വിളിക്കുന്നത്. ഓഡിയോ ആംപ്ലിഫയറിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് LM386 IC ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയറിൻ്റെ മേക്കിംഗ് വീഡിയോയും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആംപ്ലിഫയറിലേക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്മാർട്ട് ഫോണാണ്. ഇനി നേരത്തെ സർക്യൂട്ടിൽ കാണിച്ച പോലെ എല്ലാ ഭാഗങ്ങളും നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. റിസീവറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പഴയ ഷോർട്ട് വേവ് റേഡിയോയാണ്. ഈ റേഡിയോയുടെ ബാൻഡ് സ്വിച്ച് ഷോർട്ട് വേവ് മോഡിലായിരിക്കണം സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ആദ്യം ഈ റേഡിയോയിലേക്ക് ട്യൂൺ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ പവർ ആംപ്ലിഫയർ ഓൺ ആക്കാം. ഒരു ഡിസ്ട്രോഷനും ഇല്ലാതെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് സിഗ്നൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്.
ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഞാനൊരു എക്സ്റ്റേണൽ ആൻറ്റിനയിലേക്ക് കൊടുത്തിട്ടില്ല. കാരണം അങ്ങനെ കൊടുത്താൽ ഇതിൻ്റെ സിഗ്നൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അത് ഇല്ലീഗലാണ്. ഇന്നത്തെ റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്ററിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വളരെ നല്ല വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് ബി ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.